മതവിദ്വേഷം ഗുരുതര കുറ്റകൃത്യമായി പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. മതവിദ്വേഷ പരാമർശ കുറ്റത്തിനുള്ള ശിക്ഷ വർദ്ധിപ്പിക്കണം. മതവിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു കോടതി. സാലി മുഹമ്മദ് ഉണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. സാലി, വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നിലവിൽ 3 വർഷമാണ് ഇത്തരത്തിൽ ഈ വിദ്വേഷ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റകൃത്യത്തിൻ്റെ ഒരു 3 വർഷം വരെയാണ് പരമാവധി തടവ്. പുതിയ നിയമത്തിലും ഇതിൽ വർധനവൊന്നും ഉണ്ടായിട്ടില്ല. ആ നിലയിൽ ഇപ്പോൾ കോടതി ഇതിൽ വ്യക്തമായൊരു നിരീക്ഷണം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? നന്ദു, അതിൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ പി.സി. ജോർജിനെതിരായ ഒരു അപരമത വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ടൊരു കേസ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ എടുത്തിരുന്നു. ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു മതവിഭാഗത്തിനെതിരെ വളരെ ഗുരുതരമായ വളരെ മോശം പരാമർശം അദ്ദേഹം നടത്തുകയും അതിനെതിരെ കേസെടുക്കുകയും ചെയ്തു. പക്ഷേ അതിന് ജില്ലാ കോടതി അന്ന് ജാമ്യം കൊടുത്തു. പക്ഷേ അതിലൊരു പ്രശ്നം, മുൻപ് സമാന ഒരു പരാമർശം നടത്തിയതിന് അന്ന് കേസെടുത്തപ്പോൾ ഹൈക്കോടതി കർശന ഉപാധികളോടെയാണെന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അതായത് സമാന രീതിയിലുള്ള ഒരു കുറ്റകൃത്യവും ചെയ്യരുത്, മതവിദ്വേഷ പരാമർശങ്ങൾ ഒരു ഘട്ടത്തിൽ നടത്തരുത് തുടങ്ങിയ കാര്യങ്ങൾ കോടതി എന്നും ഇതിൻ്റെ ഭാഗമായിട്ട് എഴുതി ചേർത്തിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും കേസ് വന്നപ്പോൾ സർക്കാർ പറഞ്ഞത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ജാമ്യാപേക്ഷ കോടതിയിൽ വന്ന കഴിഞ്ഞ ദിവസം പി.സി. ജോർജിനെതിരെ വളരെ കടുത്ത വിമർശനം അന്ന് ജസ്റ്റിസ് പി. കുഞ്ഞികൃഷ്ണൻ നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്നാണ് ഇന്ന് വീണ്ടും ആ കേസ് പോസ്റ്റ് ചെയ്തു. കേസ് പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കോടതി കടന്നത്. അതായത് ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്ന അതൊരു ഗുരുതര കുറ്റകൃത്യമായി കണക്കാക്കേണ്ടതാണ് എന്നാണ് സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ പരമാവധി 3 വർഷം മാത്രമാണ് തടവ് ശിക്ഷയുള്ളത്. പുതിയ ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്തപ്പോഴും പുതിയ നിയമം നിലവിൽ വന്നപ്പോഴും അതിന് ഈ ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നൊരു പ്രതിസന്ധിയുണ്ട്. ആ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ്റെ വാക്കാലുള്ള പരാമർശം. കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിലപാടുണ്ടാവണം എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ നടക്കുന്നത് ചെറിയൊരു പിഴയൊക്കെ അടച്ച് രക്ഷപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അത് അവസാനിപ്പിക്കണം. അപരമത വിദ്വേഷം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊരു മതേതര രാജ്യമാണ് എന്ന് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. അതായത് ഒരു കാരണവശാലും ലഘൂകരിച്ച് കാണാവുന്ന ഒരു കുറ്റകൃത്യമല്ല പൊതുവിൽ ഈ മതവിദ്വേഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അപരമതങ്ങളെ, മറ്റു മതവിശ്വാസികളെ, മറ്റു മതങ്ങളെയൊക്കെ ഇത്തരത്തിൽ അപഹസിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായ പല സംഭവങ്ങളുണ്ട്. ഇപ്പോൾ വന്നത് പി.സി. ജോർജിൻ്റെ കേസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പി.സി. ജോർജിനെതിരെ വളരെ ഗുരുതരമായ വിമർശനങ്ങൾ കോടതി മുന്നോട്ട് വെച്ചിരുന്നു. 10-40 കൊല്ലം ജനപ്രതിനിധിയായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. മാത്രമല്ല, ജാമ്യം നൽകിയപ്പോൾ കോടതി പറഞ്ഞത് ഇത് ആവർത്തിക്കരുതെന്ന്. അതാണ് ലംഘിച്ചിരിക്കുന്നത്. ഗൗരവമായി തന്നെ കോടതി ഇത് കാണും എന്നൊന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതായാലും ഇന്ന് വാദം നടന്നു. ഇത്തരം പരാമർശങ്ങൾ നടത്തിയതിന് ശേഷം കോടതി അത് വിധി പറയുന്നതിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതായാലും ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ഈ കേസിൽ പി.സി. ജോർജിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വലിയ തിരിച്ചടിയാണ് പി.സി. ജോർജിന് ഇന്ന് കോടതിയിൽ നിന്നുമുണ്ടായത്. ഈ മതവിദ്വേഷ പരാമർശത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഇത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള പരാമർശം മുന്നോട്ട് വെച്ചത്. മതവിദ്വേഷം ഗുരുതര കുറ്റകൃത്യമായി പരിഗണിക്കണമെന്ന് ഹൈക്കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടി. ഇതിനുള്ള ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും കോടതി ഇന്ന് നിരീക്ഷണത്തിൽ പറയുകയുണ്ടായി. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.